കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പകരട്ടെ. ഇന്നലെ കേട്ട സന്ദേശം വളരെ അനുഗ്രഹമായി എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ ഞായറാഴ്ച സഭായോഗത്തിൽ വെച്ച് പ്രസംഗിച്ച ഒരു സന്ദേശമാണിത്. അത് നമ്മൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്നലെ കേട്ടവർക്ക് അത് അനുഗ്രഹമായി, ഇന്നും അത് ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു നല്ല ഹൃദയം, നല്ല വിശ്വാസമുള്ളൊരു ഹൃദയവും അത് വിളിച്ചു പറയുന്ന ധൈര്യമുള്ളൊരു നാവും നമുക്കുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നമ്മൾ ഇന്നലെ കേട്ടു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം അത് വാസ്തവത്തിൽ നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു വിശ്വാസം മാത്രമല്ല, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ആ യേശു എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ ദൈവമാണ് എന്നുള്ള അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹത്തിൽ നിന്നാണ് ആ വിശ്വാസം വരുന്നത്. ഇപ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം, ആ മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോയി, കല്ലറവാതിൽക്കൽ ചെന്ന് അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരു സ്ത്രീ ആ വിജനമായ സ്ഥലത്ത്, അതും ഒരു സെമിത്തേരിയിൽ കല്ലറയിലിരിക്കുന്നിടത്തേക്ക് ചില സ്ത്രീകൾ ചെന്ന് അവിടെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. എൻ്റെ യേശുവിനെ, ആ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ യേശുവിനെ ഞാൻ വേണം ആദ്യം സ്വീകരിച്ച് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എൻ്റെ സ്നേഹം അറിയിക്കേണ്ടത്. അങ്ങനെ വലിയൊരു സ്നേഹത്തിൽ നിന്നാണ് ആ സഹോദരിമാർക്ക് അവിടെ വലിയൊരു ധൈര്യമുണ്ടായി. പ്രത്യേകിച്ച് മറിയയ്ക്ക് എന്തൊരു വിശ്വാസമാണ്! ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്നേഹം കിട്ടാൻ, അങ്ങനെ ഒരു വിശ്വാസം കിട്ടാൻ. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. ഇതിൽ നിന്ന് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള വിശ്വാസം അതെല്ലാം മാറും. അതിന് വലിയ വർധനവുണ്ടാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു വലിയ സത്യം ഞാൻ പറയാം, കർത്താവ് പണ്ടേ അതിൻ്റെ ബലം കെടുത്തി കഴിഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ ഇപ്പോൾ ഇതാ എന്താണ് ഈ ശിഷ്യന്മാർ കേട്ടത് നിരാശയുടെ വാക്കാണ്, കേട്ടത് വിട്ടുപോയേക്കാമെന്നുള്ള വാക്കാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വിട്ടുപോകാൻ തുടങ്ങുകയാണ്. യേശു ഉയർത്തുന്ന ശിഷ്യന്മാർ പറഞ്ഞു, സ്ത്രീകൾ പറഞ്ഞു. പക്ഷെ സ്ത്രീകളുടെ വാക്ക് യേശുവിനെ കണ്ടെന്ന് പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ 13-ാം വാക്യം മുതൽ, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. 1-2 പേർ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ ഇത് കുഴയത്തേ ഉള്ളെന്ന് പറഞ്ഞു. 2-3 പേർ നമുക്ക് ചർച്ചകൾ നിർത്താം ബ്രദർ എന്ന് പറഞ്ഞു. മണ്ടം ബുദ്ധിക്കകത്ത് നിന്നല്ലേ വരുന്നേ. ഞാൻ വിളിച്ചതല്ല, കർത്താവ് വിളിച്ചതാണ്. കൊട്ട് താഴെ പറയുന്നുണ്ട്, മന്ദബുദ്ധികളേ. അപ്പോൾ ഇവരെന്തോ വെച്ചായിരുന്നു ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. കൈവിടുത്ത് പറഞ്ഞാൽ മന്ദബുദ്ധി ഡിബേറ്റുകൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാട്ടെ. 1-2 പേരോട് പറഞ്ഞേ. ഭാര്യയും ഭർത്താവും അടുത്തായിരിക്കുന്നെങ്കിൽ കൈ ഒന്ന് കൊടുത്ത് പറഞ്ഞാൽ നല്ലതാണ്. അകലെയാണെങ്കിൽ ആത്മാവിലൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ആ മന്ദബുദ്ധി ഡിബേറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ ഡിബേറ്റ് തുടങ്ങാം. നമുക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് പറയാം. 1-2 പറഞ്ഞ് നമുക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് പറയാം. നമുക്ക് ജീവിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് പറയാം. യേശു ഉയർത്തെന്ന് വിശ്വസിക്കുന്ന ഒരു ഹൃദയം, അതനുസരിച്ച് സംസാരിക്കുന്ന ഒരു വാക്കുമുണ്ടെങ്കിൽ വഴികൾ തുറന്നിരിക്കും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആത്മരക്ഷ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഏറിയായിലും ആ രക്ഷ വ്യാപരിക്കും. ഈ സൈസ് ആൾക്കാർ വല്ല ഇവിടെ വന്നിട്ടുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശു അകത്തുള്ള യഹൂദാ ഗോത്രത്തിലെ സിംഹം, അകത്തിരിക്കുന്ന ബാലസിംഹങ്ങൾ വല്ലതും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, ഒന്നൊന്നൊന്ന് സടയൊക്കെ ഒന്ന് കുടഞ്ഞ് ഉള്ളമൊക്കെ ഒന്ന് തുറന്ന് ഹല്ലേലൂയ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആർപ്പോടെ. 2 ആയുധങ്ങളാ കർത്താവ് തന്നിരിക്കുന്നത്. നാവും. 1-2 പേരോട് പറയാൻ പഠിക്കണം. നാക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നാക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചു, അതെങ്ങനെ ഉള്ള വേണ്ടാത്ത ചളപള എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ള ഭാരമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ള നിരാശയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ള കണ്ടതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 1-2 പേരുടെ പറഞ്ഞ ജനറേറ്ററിൻ്റെ മകളിൽ വിളക്ക് കത്തിച്ചു വെച്ച് ഇരിക്കല്ലേ എന്ന് പറഞ്ഞാട്ട്. ജനറേറ്റർ ഓണാക്കാൻ പഠിക്കണം. ഞാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, സംഗതി എല്ലാം കയ്യിലിരിപ്പുണ്ട്.
ഒരു വലിയ ജനറേറ്റർ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു കൊച്ച് മണ്ണെണ്ണ വിളക്കം കത്തിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ദേശം മുഴുവൻ വെട്ടം വരാൻ പോവാ. ദേശം മുഴുവൻ വെട്ടം വരുന്നൊരു ഒരു ശക്തിയാ നിന്റെ അകത്ത് കർത്താവ് വെച്ചിരിക്കുന്ന. ദേശം മുഴുവൻ വെട്ടം വരുന്ന, ദേശം മുഴുവൻ വെട്ടം വരുന്ന, ദേശം മുഴുവൻ വെട്ടം വരുന്ന അത്ഭുത ശക്തി, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന അത്ഭുത വെളിച്ചമാ ദൈവത്തിന്റെ മക്കളുടെ അകത്തുള്ളത്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും നല്ലത് പറയാൻ കഴിവില്ല. ആത്മാവ് വന്നാലേ പറയാനൊക്കത്തു. ആത്മാവ് വരണോ? കേൾക്കണം, വചനം കേൾക്കണം. എന്തോ കേൾക്കണം? തിയോളജി അല്ല കേൾക്കേണ്ട, പിന്നെ എന്തോ കേൾക്കണം? യേശുവിൻ്റെ വചനം. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ അവർ 2 പേർ അങ്ങോട്ട് പോവുകയാണ്, സ്ഥലം വിട്ടുപോകും. അവർ കേട്ടത് നിരാശയുടെ വാക്കായിരുന്നു, അവർ കേട്ടത് പ്രയാസത്തിൻ്റെ വാക്കായിരുന്നു, അവർ കേട്ടത് എല്ലാം വിട്ടേച്ച് പോയേക്കാമെന്നുള്ള വാക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നാരോ ഇന്നൂടെ യോഗത്തിന് പോകും, എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ വിട്ടു പോയേക്കാമെന്ന് ചിന്തിച്ച് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്കറിയാം ഈ വാക്കുകൊണ്ട് തന്നെ വിടുതലാവും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഈ ലോക മനുഷ്യരുണ്ടല്ലോ, പ്രശ്നങ്ങളുടെ വിടുതൽ കണ്ടാലേ സന്തോഷിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ മക്കളാരാന്നറിയോ? പ്രശ്നത്തെക്കാൾ വലിയൊരു കർത്താവിനെ കണ്ടങ്ങ് സന്തോഷിക്കും. ദൈവത്തിൻ്റെ മക്കള്, നമ്മുടെ പ്രശ്നം ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഇത്രയുണ്ട്. നമ്മുടെ പ്രശ്നം ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഇത്രയുണ്ട്. അല്ല, നമ്മുടെ പ്രശ്നം ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് അത്രയുണ്ട്. മാത്രമല്ല, ഈ കർത്താവ് എൻ്റെ പപ്പായാന്നും കൂടെ അറിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 2 പിള്ളേർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. 2 കുഞ്ഞുങ്ങളുടെയും പോക്കറ്റിൽ 5 പൈസയുമില്ല. ഒരു കല്ല്, പെൻസിൽ, ഒരു റബ്ബർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കുഞ്ഞ് ഫീസ് അടയ്ക്കുന്ന കാര്യം കേട്ട് ടെൻഷൻ അടിക്കുന്നു, കാരണം അവൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ല. മറ്റേ കുഞ്ഞിന് ഫീസ് അടയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു വാരും, എൻ്റെ അപ്പൻ സമ്പന്നനാണ്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ പോക്കറ്റുള്ളതാണോ അവരുടെ ആശ്വാസം? പിന്നെ സമ്പന്നനായ കർത്താവിൻ്റെ മക്കൾ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ, കർത്താവേ നിന്റെ പോക്കറ്റ് എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഇതെങ്ങനെ സ്വന്തം പേഴ്സ് എടുത്ത് തിരിച്ചും മറിച്ചും എണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും ഊതി പിന്നെയും കയറ്റി വെക്കുക? അവൻ്റെ പോക്കറ്റിലെല്ലാം ഉണ്ട്. നമുക്ക് അവങ്കിലേക്കൊന്ന് നോക്കാൻ പഠിക്കാം. എൻ്റെയും കൂടെ പ്രശ്നമാണെന്നേ ഇത്. നമ്മൾ അറിയാതെ നമുക്കുള്ളതിലേക്ക് നോക്കും, നമ്മുടെ കഴിവിലേക്കും കഴിവുകേടിലേക്കും ഒക്കെ നോക്കും. എന്നാൽ വിളിച്ചവൻ വിശ്വസ്തനായിട്ട് നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് ഓർത്താർപ്പോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് സന്തോഷിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ച് കർത്താവിലൊന്ന് സന്തോഷിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ 2 പേര് വിട്ടു പോവുക. 2 പേരെന്ത് ചെയ്യുക? നമുക്ക് ഈ കൂട്ടത്തിൽ ഇനി നിൽക്കേണ്ട, കൈവിടത്ത് പറഞ്ഞ് ആ പുള്ളികളുടെ കൂടെ കൂടരുതെന്ന് പറഞ്ഞു. വിട്ടുപോകുന്നവരുടെ കൂടെ എന്ത് ചെയ്യരുത്? അവരങ്ങനെ വിട്ടുപോകുമ്പോഴും വചനമാണ് പറയുന്നത്. ആ വിട്ടുപോകുന്നവർക്കും വചനം പറയാനുണ്ട്. അതാണ് അതിലെല്ലാം രസം. അവർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചാട്ടെ. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണു നിരോധിച്ചിരുന്നു. ഈ വിട്ടുപോകുന്ന പുള്ളികളെ അറിയാതെ വണ്ണം, എന്നാൽ ഭയങ്കരം കാഴ്ചയുള്ളവരെ പോലെയാ പോകുന്നത്. അടുത്ത വാക്യം. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു? വാടിയിരിക്കുന്നു. അടുത്ത വാക്യം. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ചോദിച്ചു. കാണാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശുവിനെ ആരായിട്ടാ മനസ്സിലായേ? ഒരു പരദേശിയാണ്, വഴിയാത്രക്കാരനായ പരദേശിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, പരദേശി എന്ന് ഇവർ വിളിച്ച ആള് കുറെ കാര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തൊക്കെ ഒരുക്കിയെന്നറിയോ? ഈ പുള്ളികൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ യെരൂശലേമിൽ വരാനുള്ള ഇവരുടെ അന്യഭാഷയൊക്കെ കേട്ട് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഓടി വന്നില്ലേ, ആ വരാനുള്ളവരുടെ ടിക്കറ്റ് എല്ലാം കൺഫേം ആക്കി വെച്ചിരിക്കുക. 18 ഭാഷക്കാരുടെ ടിക്കറ്റ് കൺഫേം ആക്കി അവരെല്ലാം പോകാനുള്ള പദ്ധതി ഒരുക്കി അവരെല്ലാം അവിടെ റെഡി ആക്കിയിട്ടാണ് ഇപ്പോൾ കൂടെ നടക്കുന്നത്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കിയിട്ട് നമ്മുടെ മണ്ടത്തരം ഒന്ന് കേൾക്കുന്ന കർത്താവിനൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെല്ലാം ഒരുക്കി വെച്ചിരിക്കുക, കർത്താവെല്ലാം ഒരുക്കി വെച്ചിരിക്കുക.
സ്തോത്രം. അബ്രഹാം മകനെയും കൊണ്ട് ഈ മലമുകളിലേക്ക് പോവുകയാണ്. ഉടനെ മകൻ ചോദിച്ചു, അപ്പ തീയുണ്ട്, വിറകുമുണ്ട്, യാഗമൃഗം. ഉടനെ പറഞ്ഞു, കർത്താവ് കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. കരുതിക്കൊള്ളൂ. അവിടെ ചെന്നപ്പോൾ ആടവിടെ ഒരുങ്ങിക്കിടക്കാൻ. ഇതാണ് കർത്താവിൻ്റെ പരിപാടി. എല്ലാം കരുതി വെച്ചിരിക്കുക. ഇവർക്ക് പ്രസംഗിക്കാനുള്ള വേദിയും ഇവരുടെ വചനം കേൾക്കാനുള്ള ആളും സ്നാനപ്പെടാൻ 3000 പേരെ എല്ലാം ഒരുക്കി വെച്ച ആ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ മക്കളെ, ഇത് കർത്താവ് അയച്ചൊരു ഉണർവിലാണ് നമ്മളിരിക്കുന്നത്. തങ്കു ബ്രദറിൻ്റെ പ്രോഗ്രാമിലല്ല, തോമസ് ഊട്ടി ബ്രദറിൻ്റെ പ്രോഗ്രാമിലല്ല. യേശു കർത്താവ് കോട്ടയം പട്ടണത്തിലും കേരളത്തിലും ലോകരാജ്യങ്ങളിലും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗത്ത് നിന്നെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ചിലത് നീ കാണും, ഇനിയും ചിലത് നീ കാണും. നമ്മൾ കാണാൻ പോവല്ല, അവൻ ഒരുക്കി വെച്ചിരിക്കുക. ഓരോ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക, സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ആർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് കൂടെ നടന്ന് ഇവരുടെ വായിലെ വാക്കുകൾ കേൾക്കുക. നിങ്ങളെന്താ വഴി നടന്ന് തർക്കിക്കുന്നേ എന്ന് ചോദിച്ചു. ഉടനെ എന്തോ ക്ലെയോപ്പാവ് പറഞ്ഞ വായിച്ചാട്ടെ. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചത്. യേശു ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ചോദിച്ചു, ഏത് കാര്യമാ? അടുത്ത വാക്യം. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. യേശു ക്രിസ്തു ആണെന്ന് ഏറ്റു പറഞ്ഞവരാ ഇപ്പൊ എന്തോ പറയുന്നത്? പ്രവാചകനായിരുന്നു. അടുത്ത വാക്യം. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും യേശുവിനെ കണ്ടപ്പോൾ യഹൂദനാന്ന് പിടികിട്ടി, അതുകൊണ്ടാണ് നമ്മുടെ എന്ന് പറയുന്നത്. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഞങ്ങൾ ആശിച്ചിരുന്നു. ഞങ്ങളുടെ വിചാരം ക്രിസ്തു ആണെന്നായിരുന്നു. പക്ഷേ ഇപ്പൊ പിടികിട്ടി, ഞങ്ങളുടെ ആശയൊക്കെ പോയി. അടുത്ത വാക്യം. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, അതാ പെണ്ണുങ്ങളെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, ചില വിവരമുള്ള അവർ പറഞ്ഞു കല്ലറ തുറന്നതേ ഉള്ളൂ, ഞങ്ങളൊന്നും. പെണ്ണുങ്ങൾ വന്ന് എന്തോ പറഞ്ഞു, വായിച്ചാട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ, സ്നേഹമല്ലേ യേശുവിനോടുള്ള സ്നേഹം, അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അപ്പോൾ യേശു വന്നെന്ന് അവർക്ക് വിശ്വാസമില്ല. യേശുവിനെ കണ്ടെന്നും പറഞ്ഞതാ, ദൂതനെയും കണ്ടു. അപ്പൊ ഇവര് പറഞ്ഞു അത് ആരായിരിക്കും? ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ എന്ത് ചെയ്തു? ഭ്രമിപ്പിച്ചു. നിങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ വായിക്കാൻ പോകുന്നത്, തുടർന്ന് ഇവർ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ ബലപ്പെടുകയാണ്. അതാണ് ഇന്നത്തെ സന്ദേശം. കർത്താവിൻ്റെ ശബ്ദമേ കേൾക്കാവൂ. ഈ ഒരു സഭായോഗം കഴിഞ്ഞു പോകുമ്പോൾ ഇത്രയും ഉള്ളിൽ നിന്നാൽ മതി. കർത്താവിൻ്റെ ശബ്ദമേ കേൾക്കാവൂ. പറഞ്ഞ് യേശുവിൻ്റെ ശബ്ദമേ കേൾക്കാവൂ. മനുഷ്യരുടെ അഭിപ്രായമൊന്നും കേൾക്കരുത്. വചനം കേൾക്കണം, കർത്താവിൽ നിന്ന് കേൾക്കണം. ആ കേട്ട് അതെവിടെ വരണം? ഹൃദയത്തിൽ വന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ. ആ പറയുന്ന വാക്ക് അത്ഭുതങ്ങൾ ചെയ്യും. ഇത്രയുള്ള ഇന്നത്തെ പ്രസംഗത്തിൻ്റെ സാരാംശം. അടുത്തിരിക്കുന്ന ആൾ പറ, കർത്താവിൻ്റെ വചനമേ കേൾക്കാവൂ. കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. വ്യക്തികളോട് സംസാരിക്കുന്ന ഒരു കർത്താവാണ്. യെരുശലേമിലിരിക്കുന്ന 100 ചില്ലുവാനം പേര് അവിടെ ഉണ്ടല്ലോ. അവന്മാർ എതിലെയാന്നാ പോട്ടെന്ന് വെച്ച കർത്താവല്ല. അല്പം കാലിടറിയാലും അല്പം പിന്മാറ്റത്തിൽ പോയാലും എന്നോടും നിങ്ങളോടും വ്യക്തിപരമായി സംസാരിച്ച്, മുന്നമേ കണ്ടവൻ, ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടവൻ, നിന്റെ കാലം ഇടറിയെന്നും കൊണ്ട് കൈവിട്ടിട്ട് പോകുന്ന കർത്താവല്ല. കൂടെ വന്ന് ഇമ്പമായി സംസാരിക്കുന്ന ഈ നല്ല കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല ദൈവമക്കളെ. താഴ്ത്തു വായിച്ചാട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താൻ. അവനെ കണ്ടില്ല. സ്ത്രീകൾ കണ്ടെന്നാ പറയുന്നത്, അവർ അവനെ കണ്ടില്ല. അടുത്ത വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ. എന്തോ വിളിച്ചേ? ഭയങ്കര ബുദ്ധി ആലോചിച്ച് പോവാ. പക്ഷെ കർത്താവ് വിളിച്ചത് എന്തുവാ? ബുദ്ധിഹീനരെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഇത് കേൾക്കാനുള്ള ഭാഗ്യം 2 പേർക്കേ ഉണ്ടായുള്ളൂ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ല. അതിന്റെ താഴോട്ട് വായിച്ചേ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കണമെന്നും കൂടെ ആര് പറഞ്ഞിരുന്നു? നിങ്ങൾക്ക് ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ഹെരോദാവിന്റെ ഭരണം മാറ്റുന്ന,
യഹൂദൻ അവൻ്റെ സ്വയംഭരണം തിരിച്ചു പിടിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നാൽ യെശയ്യാ പ്രവചനം കൂടെ നിങ്ങൾ വായിക്കണമായിരുന്നു. എ സഫറിംഗ് ക്രൈസ്റ്റ്, കഷ്ടമനുഭവിക്കുന്ന കർത്താവ്, തൻ്റെ ജനത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അടിപ്പണരേക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിട്ടില്ലേ? നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലാകും, അവൻ കഷ്ടം അനുഭവിക്കും, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാ നിൽക്കുന്ന ആടിനെ പോലെ അവൻ നിൽക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഓരോ വാക്യം പഠിച്ചാൽ പോരാ, ക്രിസ്തുവിനെ വ്യക്തമായിട്ട് അറിയണം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അടുത്ത വാക്യം, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എവിടെ കടക്കണം? മഹത്വത്തിൽ, ഗ്ലോറിയിൽ. ആ ഗ്ലോറിയുടെ കൂട്ടവകാശികളാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാനൊരു വലിയ സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഗ്ലോറിയസ് ആയി തീർന്നിരിക്കും. അതിൻ്റെ ഫുൾ ഗ്ലോറി വെളിപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ വരവില്ല. എന്നാൽ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മഹത്വകരമായി ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അടുത്ത വാക്യം, മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാം തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു അവരോട് എന്തേ പറഞ്ഞുള്ളൂ? ആ ആത്മാവ് വരണമെങ്കിൽ യേശുവിനെ കുറിച്ച് കേൾക്കണമെന്ന് പറ. കൈ കൊടുത്ത് പറഞ്ഞു. മോർദെഖായിയുടെയും ദാവീദിൻ്റെയും ഒന്നും കാര്യം കേട്ടാൽ ആരെ ആത്മാവ് ഏത് വരില്ല? ആത്മാവ് വരില്ല. ആരെക്കുറിച്ച് കേൾക്കണം? അതുകൊണ്ട് കർത്താവ് ആരെക്കുറിച്ച് പറഞ്ഞു? സകല തിരുവെഴുത്തുകൾ എടുക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ കൂടെ ആര് വേണം ഉയരാൻ? ആര് വേണം വെളിപ്പെടാൻ? ആരെ നോക്കണം? ദൈവസഭയെ നമ്മൾ ആരെ ഉയർത്തണം? ആ നാമം ഒന്ന് വിളിച്ചു പറഞ്ഞേ. അവന്റെ മക്കളോട് ഞാൻ പറയാം, ലോകം മുഴുവൻ നോക്കിയാലും തന്റെ ജനത്തിന്റെ തലയിൽ ഒരു രോമം പോലും തൊടാൻ ആർക്കും ഒക്കത്തില്ല. ചർച്ച് ഈസ് എ ഗ്ലോറിയസ് ചർച്ച്. ദൈവത്തിന്റെ ജനം അവന്റെ മഹത്വത്തിന്റെ കൂട്ടവകാശികളാ. ഓ ഹല്ലേലൂയ! മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. ഇനി ഒരിക്കലും ഈ ഗ്ലോറി കളയാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല. യേശുവിനെ സ്വീകരിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ഒരു ജയാളിയാ. ഈ ലോകത്തിൽ ഒരു ശക്തിയും നിന്നെ തൊടത്തില്ല. എവിടെയാ നമ്മൾ പതർന്ന് കേൾക്കുന്നത്? നെഗറ്റീവും കേൾക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ ആ വകുപ്പും ഈ വകുപ്പും ഒക്കെ കേട്ട് നമ്മളെ സ്പിരിറ്റ് ഡൗൺ ആവും. ക്രിസ്തുവിനെ കേൾക്കണം. കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. നമ്മുടെ ഹൃദയം തുടിച്ചുയരും. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൊല. ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയത്തിനകത്ത് അതും ഇതുമൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ് അതേ കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ പ്രകാശിക്കുന്നതിനായി ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട്, വായിച്ചോളൂ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കണം എന്ന് അറിയുന്നില്ലയോ? മോശ തുടങ്ങി സകല തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് പറഞ്ഞു. നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ യേശുവിനെ കുറിച്ചേ കേൾക്കത്തുള്ളൂ. ഉറക്കെ പറഞ്ഞു, ഞാൻ യേശുവിനെ കുറിച്ചേ കേൾക്കത്തുള്ളൂ. യേശു ചെയ്തത് കേൾക്കത്തുള്ളൂ. യേശു എനിക്ക് വേണ്ടി ചെയ്തത് കേൾക്കത്തുള്ളൂ. യേശു ജീവിക്കുന്നതെന്ന് ഞാൻ കേൾക്കത്തുള്ളൂ. വേറെ യാതൊന്നും എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, യേശു എൻ്റെ കർത്താവാണ്. അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എനിക്ക് നല്ലതേ വരത്തുള്ളൂ. എൻ്റെ കർത്താവ് വേഗം വരാൻ പോവാണ്. ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയും എന്നെ തകർക്കത്തില്ല. ഞാൻ അവൻ്റെ ഒരു ഭാഗമാണ്. അത് തന്നെ കേട്ടോണ്ടിരുന്നാട്ടെ. അടുത്ത വാക്യം, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പറഞ്ഞാട്ടെ, കൈ കിട്ടിയതാ വിട്ടേക്കരുത്. ഞാനൊരു കാര്യം പറയും, ലോകത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം യേശുവാണ്. വിട്ടേക്കരുത്, വിട്ടേക്കരുത്, വിട്ടേക്കരുത്. എവിടെ ഭാവം കാണിച്ചാലും കർത്താവിനെ ഇടം വലം വിടരുത്. വഴി തടഞ്ഞു നിർത്തിക്കോണം. കൈകൊടുത്ത് പറഞ്ഞ്, ഇനി കളക്ടറേറ്റ് പഠിക്കലല്ല നമ്മുടെ ഘോരാവോ, യേശുവിനെ ഘോരാവോയും പോകാൻ സമ്മതിക്കത്തില്ല, പോകാൻ സമ്മതിക്കത്തില്ല. അന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ മറിയ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശുവിനെ പോകാൻ വിടാഞ്ഞ പോലെ ദൈവത്തിൻ്റെ പൈതലെ, യേശുവിനെ വിടരുത്, വിടരുത്. യേശുവേ എന്ന് വിളിച്ചപ്പോൾ വഴിയാത്ര നിർത്തി ഒരു ഭർത്തിമായിക്ക് വേണ്ടി നിന്നവൻ, ഒരു സ്ത്രീ വന്ന് തൊട്ടപ്പോൾ രക്തസ്രവമുള്ള ഒരു സഹോദരിക്ക് വേണ്ടി നിന്നവൻ, ദൈവത്തിൻ്റെ പൈതലെ, കൈ കിട്ടിയതാ, വിടരുത്. ഞാൻ വിടത്തില്ലെന്ന് പറ. കർത്താവിനോട് പറ, വിടത്തില്ല. ഞാൻ വിടത്തില്ല. ഈ മന്ദബുദ്ധികൾ ബുദ്ധിയോട് ചെയ്ത ഒറ്റ കാര്യത താഴെ വായിക്കാം.
അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. കൈ കൊടുത്തു പറ, മന്ദബുദ്ധികളെ, എൻ്റെ കയ്യെ പിടിച്ചോടൊന്ന് വിളിച്ചു. മന്ദബുദ്ധിയെ, ഒറ്റ കാര്യം ചെയ്തോണം, അവനെ വിടരുത്. ദൈവം നിനക്ക് തന്ന ദാനമാണ്. അവൻ്റെ അകത്ത് എല്ലാ നന്മകളുമുണ്ട്. അവനോട് കൂടെ സകലവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വീട്ടിൽ കയറ്റി വെച്ചോണം. അവനെ അത്താഴത്തിൽ കൂടെ ഇരുത്തിക്കോണം. അവനായിരിക്കണം അത്താഴത്തിൽ. യേശുവേ, വിടത്തില്ല പറ, വിടത്തില്ല. കർത്താവേ, നിന്നെ ഞാൻ വിടത്തില്ല. എനിക്ക് ലോകത്തിൽ ആകെ കിട്ടിയത് നിന്നെയാ. വിടത്തില്ല ഞാൻ, വിടത്തില്ല ഞാൻ. പറഞ്ഞോ, വിടത്തില്ലെന്ന് പറ. യേശുവേ, അങ്ങേ ഞാൻ വിടത്തില്ല, 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 ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ. യെരുശലേം മുതൽ എമ്മൗസ് വരെ, യെരുശലേം മുതൽ എമ്മൗസ് വരെ, എനിക്കറിയില്ല 7 കിലോമീറ്റർ ആണോ 4 കിലോമീറ്റർ ആണോ, ആ ദൂരത്തിൽ നിന്റെ കൂടെ നടന്നപ്പോൾ കിട്ടിയതിനേക്കാൾ വലുതൊന്നും എൻ്റെ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല. നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനത്തെക്കാൾ വലുതല്ല എൻ്റെ ബാങ്കിൽ കിടക്കുന്ന നിക്ഷേപം. ആ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെക്കാൾ വലുതല്ല എൻ്റെ വസ്തുവക, എൻ്റെ ജോലി. നിന്റെ വാക്ക. എത്ര മനോഹരമായ സന്ദേശമാണ് അല്ലേ? എന്തൊരു വലിയ സ്നേഹമാണ് ആ സഹോദരിമാരുടെ സ്നേഹം, ആ വിശ്വാസം. അത് കേട്ടില്ലേ? അത് നമുക്കും ഉണ്ടാകണം, വലിയൊരു വിശ്വാസം. കർത്താവ് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഈ അത്തിയോട് കടലിൽ പോയി നട്ടുപോകാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. യേശു പറഞ്ഞു. ഇത് യേശുവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും നമ്മുടെ ഹൃദയം നിറയുമ്പോൾ, അത് നമ്മൾ പറയുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നും ആ അത്ഭുതങ്ങൾ കാണാം. ഇന്നലെ വലിയ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ ഇന്നും അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ മുഴകളായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ശരീരത്തിലുണ്ട്. അത് യൂട്രസിന് വെളിയിൽ, യൂട്രസിന് സാധാരണ അകത്താണ് കാണുന്നത്. ഒരു സഹോദരി യൂട്രസിൻ്റെ മുകളിൽ അങ്ങനെ ഒരു മുഴയായിട്ട് ഭാരപ്പെടുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിനകത്ത് ട്യൂമറായിട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ട്യൂമർ മൂലം ശാരീരികമായിട്ടുള്ള ബലങ്ങൾ, കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ആ സ്വാധീനം പോലും കുറഞ്ഞിരിക്കുക. അങ്ങനെ ഒരാളും തന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോവും, ആ ബലഹീനതകൾ മാറിപ്പോവും. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലം മൂലം ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ട വ്യക്തികൾ ഒന്നിലധികം പേരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് അത്ഭുതം നടക്കാൻ പോവുക. നിങ്ങളുടെ ബലഹീനതകൾ മാറും. തളർന്നവർ ഇന്ന് എഴുന്നേൽക്കും. യെസ്, തളർന്നവർ, മസിലുകളും നാഡീഞരമ്പുകളും ബലം പ്രാപിച്ച് നിങ്ങൾ ഇന്ന് കിടക്കവിട്ട് എഴുന്നേൽക്കാൻ പോവുക. അങ്ങനെ കുറേ പേർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു ആക്സിഡൻറ്റ് മൂലം ഒരു കുഞ്ഞിനെ തളർച്ച ബാധിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വളരെ അടുത്തൊരു ബന്ധു ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. പിതാവെ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ ദൈവ മഹത്വം ഇറങ്ങണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനം അഴിയട്ടെ. ആ ആക്സിഡൻറ്റ് മൂലമുള്ള ശരീരത്തിന് വന്ന ആ പരിക്കുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ വിട്ടുമാറട്ടെ. തളർച്ച മാറി എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. തളർച്ചകൾ മാറട്ടെ. ന്യൂറോളജിക്കൽ പ്രോബ്ലം, ആ രോഗങ്ങളെല്ലാം അഴിയട്ടെ. ശരീരങ്ങൾ സ്തോത്രം ബലം പ്രാപിച്ച് അവർ ചാടി എഴുന്നേൽക്കാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക, ഇപ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഓ യെസ് കർത്താവെ, നന്ദി. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ നൽകിയിരിക്കാൻ നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ആ സാക്ഷ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാം എൻ്റെ പൊന്നേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റ് ഓടി വന്ന ഫോൺ എടുത്തേ ഞങ്ങളെ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ആ സാക്ഷ്യം ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾക്ക് അത് വലിയൊരു സന്തോഷമാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ അനവധിയായിട്ട് കേൾക്കുന്നുണ്ട്. ഇന്നും എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങളെല്ലാവരും ഇത് വിളിച്ചു പറയണം, മടി പിടിച്ചിരിക്കരുത്. അപ്പോൾ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ
ഞാൻ പറയാം, ആ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് തുടർന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഇതേ ചാനലിൽ ഇതേ സമയത്ത് കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തന്നെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും സെക്കന്ദരാബാദിൽ ഫെബ്രുവരി 27 ശനി. ശുശ്രൂഷകൾ രാവിലെ 10 മുതൽ 1 മണി വരെ SPG തമിഴ് കത്തീഡ്രൽ ചർച്ചിൽ. വൈകുന്നേരം 6 മുതൽ 9 വരെ SPG തമിഴ് കത്തീഡ്രൽ ചർച്ച് ഗ്രൗണ്ടിൽ. ഫെബ്രുവരി 28 ഞായർ രാവിലെ 9 മുതൽ 12 വരെ സെക്കൻഡ് ഫ്ലോർ അമൃതവാണി ബിൽഡിംഗ്, സെന്റ് പാട്രിക് ഹൈസ്കൂളിന് സമീപം, സെക്കന്ദരാബാദ്. വൈകുന്നേരം 6 മുതൽ 9 വരെ ഹൈദരാബാദിൽ ലിംഗംപള്ളിയിൽ ശുശ്രൂഷിക്കുന്നു. തുളസി കല്യാണ മണ്ഡപം, ബെൽ ക്രോസ് റോഡ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, ബോംബെ ഹൈവേ, ലിംഗംപള്ളി. राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे